നിങ്ങളുടെ മനസ്സ് ഒരു കാന്തമാണ്. അനുഗ്രഹങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങൾ അനുഗ്രഹങ്ങളെ ആകർഷിക്കുന്നു. പ്രശ്നങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങൾ പ്രശ്നങ്ങളെ ആകർഷിക്കുന്നു. എല്ലായ്പ്പോഴും നല്ല ചിന്തകൾ വളർത്തിയെടുക്കുകയും പോസിറ്റീവായി തുടരുകയും ചെയ്യുക. കഴിഞ്ഞതിനെ ഓർത്ത് പശ്ചാത്തപിക്കുന്നതും ഭാവിയെ ഭയപ്പെടുന്നതും നിർത്തുക. ഇന്ന് മാത്രമാണ് നിങ്ങൾക്ക് ആകെയുള്ളത്. അത് പരമാവധി പ്രയോജനപ്പെടുത്തുക. ഒരാളെ വേദനിപ്പിക്കാൻ നമുക്ക് കഴിയും, വേദന മാറ്റിക്കൊടുക്കാൻ നമുക്ക് കഴിയില്ല. അതുകൊണ്ട് കാര്യമറിയാതെ ദേഷ്യപ്പെടരുത്. വാക്കുകൾ കൊണ്ട് ആരെയും വേദനിപ്പിക്കുകയും അരുത്. നമ്മളിലെ കോപാഗ്നി ആളിക്കത്തുന്നത് അല്പനേരത്തേക്ക് മാത്രമായിരിക്കും. പക്ഷേ ആ ചൂടിൽ എരിഞ്ഞമരുന്നത് നമ്മളോട് ചേർന്ന് നിൽക്കുന്നവരുടെ സന്തോഷവും സമാധാനവും ആയിരിക്കും. നമ്മൾ ജീവിക്കേണ്ടത് നമ്മുടെ ആഗ്രഹങ്ങൾക്ക് അനുസരിച്ചാണ്. നമുക്കുള്ള സമയം പരിമിതമാണ്. അതിനാൽ മറ്റുള്ളവരെ അനുകരിക്കാതെ ജീവിക്കാൻ ശ്രമിക്കുക. ജീവിതത്തിലെ ഓരോ ചുവടും കരുതലോടെ വേണം നീങ്ങാൻ. പിന്നിൽ നിന്നും തള്ളിയിടാൻ അവസരം നോക്കി നിൽക്കുന്നവർ നമുക്ക് ചുറ്റിലും ഉണ്ട്. ചിലപ്പോൾ നമുക്ക് ഏറ്റവും വിശ്വാസമുള്ളവർ തന്നെയായിരിക്കും മുന്നിൽ ഉണ്ടാവുക. ജീവിതത്തിൽ കണ്ടുമുട്ടുന്നവരെ ആശ്രയിച്ച് നിങ്ങളുടെ ഭാവി കണക്ക് കൂട്ടരുത്. ചിലർ വഴിതിരിഞ്ഞ് നടക്കും, മറ്റു ചിലർ ജീവിതം പഠിപ്പിക്കും. ചുരുക്കം ചിലർ മാത്രമേ ഒടുക്കം വരെ കൂടെയുണ്ടാവൂ. സന്തോഷമായി ജീവിക്കുക എന്നതാണ് പ്രധാനം. അല്ലാതെ അത് മറ്റുള്ളവരെ അറിയിക്കണമെന്ന് നിർബന്ധമില്ല. ഓർക്കുക, എല്ലാവരും നമ്മുടെ സന്തോഷം ആഗ്രഹിക്കുന്നവർ അല്ല. ഒരു കാർമേഘവും ഒരുപാട് കാലം നിലനിന്നിട്ടില്ല. ഒന്നുകിൽ പെയ്തൊഴിയും, അല്ലെങ്കിൽ സ്വയം ഇല്ലാതാകും. നമ്മുടെ പ്രശ്നങ്ങളുടെ കാലാവധിയും അത്രയേ ഉള്ളൂ. വേഗത്തിൽ ഓടുന്നവരല്ല, ഓട്ടം തുടരുന്നവരാണ് ജീവിതത്തിൽ വിജയിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾ ഒന്നും പറയേണ്ടതില്ല. നിശബ്ദത എല്ലാം സംസാരിക്കുന്നു. ഒരിക്കൽ നിങ്ങളെ ആരെങ്കിലും ഒഴിവാക്കിയെന്ന് തോന്നിയാൽ പിന്നെ ഒരിക്കലും അവരെ ശല്യപ്പെടുത്തരുത്. ഒന്നും ശാശ്വതമായി നിലനിൽക്കാത്തതിനാൽ ശാന്തത പാലിക്കുക. ക്ഷമയോടെ കാത്തിരിക്കുക. ജീവിതം എന്നത് സന്തോഷം, ദുഃഖം, പ്രയാസങ്ങൾ, നല്ല സമയങ്ങൾ എന്നിവയുടെ ഒരു വൃത്തമാണ്. നിങ്ങൾ പ്രയാസകരമായ സമയങ്ങളിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ വിശ്വസിക്കുക, നല്ല സമയങ്ങൾ വരാനിരിക്കുന്നു. യാചിക്കുന്നവൻ്റെ മുന്നിൽ നീ അഹങ്കരിക്കരുത്. അഹങ്കരിക്കുന്നവൻ്റെ മുന്നിൽ നീ യാചിക്കുകയും ചെയ്യരുത്. ആളുകൾ എപ്പോഴും അവരോടുള്ള നിങ്ങളുടെ മനോഭാവത്തിലെ മാറ്റം ശ്രദ്ധിക്കും. പക്ഷേ അവരുടെ പെരുമാറ്റമാണ് നിങ്ങളെ മാറ്റാൻ ഇടയാക്കിയത് എന്ന് അവർ മനസ്സിലാക്കുന്നതേയില്ല. നമ്മുടെ കൂടെ ചിരിച്ചവരും കരഞ്ഞവരും അവസാനം വരെ കൂടെ കാണണമെന്നില്ല. എന്നാൽ സന്തോഷങ്ങളും ദുഃഖങ്ങളും നിറഞ്ഞ ഓർമ്മകൾ എന്നും നമുക്ക് കൂട്ടിനുണ്ടാകും. മനുഷ്യൻ വീട് മാറ്റുന്നു, വസ്ത്രം മാറ്റുന്നു, ബന്ധങ്ങൾ മാറ്റുന്നു, എന്നിട്ടും ദുഃഖിതനാണ്. കാരണം അവൻ തൻ്റെ സ്വഭാവം മാത്രം മാറ്റുന്നില്ല. കലങ്ങിയ വെള്ളവും കുറച്ച് സമയത്തെ കാത്തിരിപ്പിന് ശേഷം തെളിയും. അതുപോലെ തന്നെയാണ് ഏത് പ്രതിസന്ധികളും. ഒരു ദിവസം മാറും. ഒരു കയറ്റമുണ്ടെങ്കിൽ ഒരു ഇറക്കവുമുണ്ട്. നാം പ്രതീക്ഷ കൈവിടാതെ ജീവിക്കുക.